കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വ്യാപക മോഷണം. വീടുകളും ആരാധനാലയങ്ങളും തകർത്ത് പണവും സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാവുകയാണ്. കുളത്തൂപ്പുഴ ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് മോഷണ പരമ്പര അരങ്ങേറുന്നത്. ചില വീടുകളിൽ മോഷണവും കഴിഞ്ഞ് അതേ വീട്ടിലെ അടുക്കളയിൽ കയറി ചായയും കുടിച്ചാണ് മോഷ്ടാക്കൾ സ്ഥലം വിടുന്നത്. ഏരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് വ്യാപക മോഷണം. കഴിഞ്ഞ ദിവസം പഴയേരൂർ സെന്റ് തോമസ് പള്ളിയുടെ കാണിക്കവഞ്ചിയും യാക്കോബായ സഭയുടെ കാണിക്കവഞ്ചിയും പൊളിച്ചാണ് പണം കവർന്നത്. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാർഡ് മെമ്പർ സിസിലി ജോബിന്റെ വീട്ടിലും മോഷണം നടന്നു. ആളില്ലാത്ത സമയം വീടിന്റെ മുൻവാതിൽ പൊളിച്ച് അകത്ത് കയറി വിലപിടിപ്പുള്ള വാച്ചും മൊബൈൽ ഫോണും കവർന്നു. അലമാരകളടക്കം കുത്തിപ്പൊളിച്ചാണ് മോഷണം. തുണികളെല്ലാം വലിച്ചു വാരിയിട്ട് അലങ്കോലപ്പെടുത്തിയിട്ടേക്കുന്നതും അലമാരി കുത്തി തുറന്ന് അതിലെ സേഫ് ലോക്കർ മൊത്തം പൊളിച്ചതായിട്ട് കണ്ടു. മോഷണശേഷം അടുക്കളയിൽ കയറി ചായ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് മോഷ്ടാക്കൾ പോയത്. പഞ്ചായത്ത് മെമ്പറും കുടുംബവും പാലക്കാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയതായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്നതറിയുന്നത്. മെമ്പറുടെ അയൽവാസിയായ ജോൺസന്റെ വീട്ടിലും സമാനമായ രീതിയിൽ മുൻവശത്തെ കതക് പൊളിച്ച് മോഷണം നടന്നിട്ടുണ്ട്. പുറത്തൊരു പള്ളി കുരിശടിയുണ്ട്, അതിന്റെ കൂടി ഇപ്പൊ സ്ഥിരമായിട്ടൊരു മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കള്ളന്മാരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ജോൺസന്റെ വീടിന്റെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. കുരിശടിയുടെ കാണിക്കവഞ്ചുകൾ കുത്തിത്തുറന്ന് മോഷണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴും പോലീസ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് പള്ളി ഭാരവാഹികൾ പറയുന്നു. ഞങ്ങളുടെ ഈ കുരിശടിയിലാണെങ്കിൽ സ്ഥിരമായിട്ട് കള്ളം കയറുന്നത്. തൊട്ടപ്പുറത്തൊരു മലങ്കര പള്ളിയുണ്ട്, അവിടുത്തെയും കുരിശടിയിലൊക്കെ കുത്തി തുറന്ന് മോഷ്ടാക്കൾ ഇങ്ങനെ പൈസ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് നമ്മൾ നിരന്തരം പോലീസിൽ പറയുകയാണ്, അപേക്ഷ കൊടുക്കുകയാണ്, എഴുതി കൊടുക്കുകയാണ്. പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കണ്ടിട്ടില്ല. മോഷണക്കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരാകാം മോഷണങ്ങൾക്ക് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. 24 കൊല്ലം.